എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഡയറക്ടർ ഓഫ് പോപ്പുലർ മ്യൂസിക് ആൽബം പ്രിയതമ വിനു വിജയ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? കുറച്ചേരം ഞാൻ ആഗ്രഹിക്കട്ടെ പ്ലീസ്. ഒരു മാറ്റവും ഇല്ലല്ലോ. വിനു വിജയനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോ പല ക്യാപ്ഷനോടെ വന്നേക്കാം, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാട്ടിയും കൂടുതൽ വിനു വിജയാണ് ഇപ്പം സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്നത്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വിനു എന്നുള്ള പേര് ഏറ്റവും ഹിറ്റാക്കിയതിനും ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട ഒരാള് ഞാനാണ്. ഇവനാളൊരു സകല എന്തോടാത് വല്ലവൻ. ഒരു പേയ്മെന്റ്, ഒരു പ്രൊമോഷനോ ഒന്നും കൂടാതെ ഒരു പേയ്മെന്റ് വാങ്ങിക്കാതെയാണ് ഞാൻ അത് ചെയ്തത്. അതിനുള്ള നന്ദി നീ എനിക്ക് കാണിക്കണം എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. വിനുവിനെ പറ്റിയിട്ട് ആദ്യം വിനു എന്നൊക്കെ ഒരു ഗുമ്മില്ല. ഞാൻ വിചാരിച്ച വല്ല എന്താ പറയാ വല്ല തണ്ട വൈബൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും വിചാരിച്ചാണ്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതർ ഇങ്ങനെ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. കേരളത്തിലുള്ള എല്ലാ പെൺപിള്ളേരുടെ ഒരു പ്രത്യേകത, ഒരു ഹരമാണ്. ഇപ്പൊ എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. PR എന്ന് പറയുമ്പോഴത്തേക്കും വിനുവിന്റെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല ഞങ്ങള് പിന്നെ വിനു ഒരു നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ അവാർഡ് കൊടുക്കാൻ എനിക്ക് തോന്നിയ മനസ്സ് വളരെ നന്ദിയുണ്ട്. നല്ല ക്രിയേറ്റീവ് ആയിരിക്കുന്നു. അവൻ ഒരു പാതിരാത്രി എന്നെ വിളിച്ചു, ചേട്ടൻ എയറിലല്ലേ ഒരു അവാർഡ് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇത്രയും വലിയ അവാർഡാണെന്ന് വിചാരിച്ചില്ല. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സന്തോഷായില്ലേ? നല്ല സന്തോഷമായി ഈ നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഞാൻ പോകുന്നു. ബൈ.